ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ചോക്കോ ഡേറ്റ്സ് ബോൾസ് ആൻഡ് ഡേറ്റ്സ് ബനാന ബോൾസ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യമായി ചോക്കോ ഡേറ്റ്സ് ബോൾസ് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1.5 ടീസ്പൂൺ കൊക്കോ പൗഡർ, ഹിമാലയൻ സോൾട്ട് ആവശ്യത്തിന്, അതോടൊപ്പം മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ നമ്മുടെ ഡേറ്റ്സ് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം കുരുവൊക്കെ കളഞ്ഞു വരുമ്പം 1 കപ്പോളം വരും. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ കുതിർത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സിന്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. ഡേറ്റ്സിനുള്ളിലുള്ള എല്ലാ കുരുവും നമ്മൾ കളഞ്ഞ് എടുക്കുമ്പോഴത്തേനും ഇത് ഏകദേശം 1 കപ്പ് വരും. ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഒരു 2 പിഞ്ച് ഹിമാലയൻ സോൾട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി. ഇത് കണ്ടോ, ഇതിപ്പോ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. ഒത്തിരി ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് വീണ്ടും പൊടിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന 1.5 ടീസ്പൂൺ കൊക്കോ പൗഡറിൽ നിന്ന് 1 ടീസ്പൂണാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി പൊടിച്ചെടുക്കാം. ഇത്തവണ നമ്മളിത് പൊടിക്കുമ്പോൾ നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇത് കണ്ടോ, ഞാനിതിവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുരു കളഞ്ഞ് എടുത്തു വെച്ചിരുന്ന ഡേറ്റ്സിൽ ഒരു 4 എണ്ണം ഇതിലോട്ട് വെച്ചു കൊടുക്കാം. 4 ഡേറ്റ്സ് ആണ് ഞാൻ ഇതിലേക്ക്, ഈ ഒരു ചോക്കോ ഡേറ്റ്സ് ബോൾസിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് 4 ഡേറ്റ്സ് ആണ്. അപ്പം 4 ഡേറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് മാറ്റാം. ഞാനിതിവിടെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈകൊണ്ട് കുഴച്ച് ഓരോ ബോൾസ് ആക്കി ഉരുട്ടി എടുക്കാം. ഓരോ ചെറിയ ബോൾസ് ആക്കി ഇതേപോലെ ഉരുട്ടിയെടുക്കണം. ഇതിപ്പോ ഞാനിവിടെ ഓരോ ബോൾസ് ആക്കി എല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ബോൾസും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കൊക്കോ പൗഡറിന്റെ ബാക്കിയിരിക്കുന്ന 1/2 ടീസ്പൂണിലേക്ക് നമ്മളിതൊന്ന് റോൾ ചെയ്ത് എടുക്കണം. അതായത് ഓരോ ബോൾസും നമ്മൾ ബാക്കി വന്ന ആ കൊക്കോ പൗഡറിന്റെ ബൗളിലേക്കിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കുക. ഓരോ ബോൾസും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പൊ ഞാനിത് ഓരോന്നായിട്ട് ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഇത് കണ്ടോ, ഇതുപോലെ എല്ലാം ഞാനിവിടെ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന പൊടി നമുക്ക് കൈകൊണ്ട് ഒന്ന് 2 കൈയിലും ഇട്ട് ഒന്ന് റോൾ ചെയ്ത് ഇതുപോലെ തട്ടിക്കളഞ്ഞാൽ മതി. ഇങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചോക്കോ ഡേറ്റ്സ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടൊരു ഡിഷാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയായ ഡേറ്റ്സ് ബനാന ബോൾസിലേക്ക് പോകാം. ഡേറ്റ്സ് ബനാന ബോൾസും വളരെ ഹെൽത്തിയും അതേപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഡേറ്റ്സ് 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം ഡ്രെയിൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ ഡേറ്റ്സിനകത്തുള്ള കുരുവെല്ലാം ഓരോന്നായി മാറ്റി എടുക്കാം. ഓരോന്നും ഇതുപോലെ കുരു മാറ്റി എടുക്കുക. ഞാനിവിടെ കുരുവെല്ലാം മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും 1 പിഞ്ച് സിനമൺ പൗഡറും വേണം. അതുകൂടാതെ ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ബനാന കൂടി വേണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 പിഞ്ച് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് സിനമൺ പൗഡർ.
എന്നിട്ട് ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ചോക്കോ ഡേറ്റ്സ് ബോളിന് ചെയ്ത പോലെ തന്നെയാണ് മിക്സിയിലിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതോടൊപ്പം ഒരു പിഞ്ച് സിനമണും കൂടി ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു പഴം ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ച് ഒരു പഴം ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് പഴം മതി നമുക്കിതിന്. ഇനി ഇതിലോട്ട് നമുക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലോട്ടും 4 കഷ്ണം ഡേറ്റ്സ് ആണ് ഇടുന്നത്. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഞാനിതിവിടെ മിക്സിയിലിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോ ഞാനിതിവിടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. ഇത് കണ്ടോ, ഞാൻ ഇതിവിടെ നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഓരോ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി എടുക്കണം. ഇതിപ്പോ ഞാനിവിടെ ഓരോ ബോൾസ് ആയിട്ട് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. ഈ ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് ഒന്ന് റോൾ ചെയ്യാം. ഇതിന്റെ ആ ഒട്ടലൊന്ന് മാറാൻ വേണ്ടിയിട്ടും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. ഇതേപോലെ റോൾ ചെയ്ത് എടുക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം ഇവിടെ ഇതേപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോ എല്ലാം റോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡേറ്റ്സ് ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ 2 റെസിപ്പിയും ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അതേപോലെ തന്നെ ഈ 2 റെസിപ്പിയും വളരെ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ്. ഇതിലോട്ട് നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലുള്ള മധുരം എന്ന് പറയുന്നത് ഡേറ്റ്സിന്റെ മധുരവും ബനാനയുടെ മധുരവുമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. മധുരമുള്ളത് കൊണ്ട് കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ. ബൈ.